സുപ്രധാനമായ ഒരു വാർത്ത എനിക്കിപ്പോൾ കിട്ടുന്നു. ബൈജു എന്നോടൊപ്പം ചേരുന്നു. ബൈജു, കണ്ണൂരിൽ സ്വതന്ത്രനായി സുധാകരൻ മത്സരിക്കുമെന്ന വിവരങ്ങളാണോ പുറത്തു വരുന്നത്? യെസ്. അപ്പോൾ കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. തനിക്ക് നിലയും വിലയുമില്ലേ എന്നൊക്കെ ചോദിക്കുന്ന തരത്തിലേക്ക് സുധാകരൻ മാറിയിരുന്നു. തനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്കൊരു സീറ്റ് വേണമെന്ന് സുധാകരൻ ആവശ്യപ്പെട്ടിരുന്നു. ഒരു മുൻ KPCC പ്രസിഡന്റിനുണ്ടായ ഒരു ദുരവസ്ഥയാണിത്. സീറ്റിന് വേണ്ടി അങ്ങോട്ടേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്ന ഒരു പ്രതികരണം അവിടെ വന്നിരുന്നു. അപ്പോൾ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കേണ്ട ഒരു സാഹചര്യം എന്ന് വെച്ചാൽ പട്ടികയിൽ പേരില്ലെന്നാണോ, അതോ കോൺഗ്രസ് അദ്ദേഹത്തിന് ഏത് നിലപാടിൽ എന്ത് അംഗീകാരം നൽകും എന്നതിനെക്കുറിച്ചൊക്കെയുള്ള വലിയ ചോദ്യങ്ങൾ അവിടെ വരികയാണ്. കെ സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കും എന്ന വിവരങ്ങൾ കൂടി ഇപ്പോൾ എനിക്ക് ലഭിക്കുന്നു. KV ബൈജുവിനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. KV ബൈജു, കെ സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. നമുക്കറിയാം കെ സുധാകരൻ എന്നത് കേരള രാഷ്ട്രീയത്തിലെ ഒരു സുപ്രധാനമായ ഒരു നേതാവാണ്. ബൈജു, കെ സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കുന്നു. KSUO എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ അന്ന് സംഘടനാ കോൺഗ്രസിൻ്റെ ഭാഗമായി പിന്നീട് എടക്കാട് തൻ്റെ ആദ്യ അരങ്ങേറ്റം കുറിച്ചു. പരാജയപ്പെട്ടിരിക്കാം യുമിനോട്. പക്ഷേ പിന്നീട് തലശ്ശേരിയിൽ കൊടിയേരിയെ നേരിട്ട് ഒടുവിൽ എടക്കാടിൽ ഭരതനോട് ഏറ്റുമുട്ടി നിയമ പോരാട്ടം നടത്തി വന്ന കെ സുധാകരനെ കണ്ണൂരുകാർക്കറിയാം. ബൈജു, ഏറ്റവും ഒടുവിൽ എനിക്ക് നൽകാൻ കഴിയുന്ന സുപ്രധാനമായ വാർത്ത എന്താണ്? സുധാകരൻ എങ്ങനെ മത്സരിക്കും? കെ സുധാകരൻ കണ്ണൂരിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. നാളെ അദ്ദേഹം പ്രചരണത്തിനായി ഇറങ്ങും എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. കണ്ണൂരിൽ കെ സുധാകരൻ എന്ന് സ്വതന്ത്രനായി മത്സരിക്കുമ്പോൾ അത് എന്ത് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് നമ്മൾക്ക് ആലോചിക്കേണ്ടി. യെസ്, കിരൺ ബാബു എന്നോടൊപ്പം ചേരുന്നു. കിരൺ ബാബു, 1980 എടക്കാട് മണ്ഡലത്തിൽ അവിടെ ജനതാ പാർട്ടി നേതാവായി സുധാകരൻ വരുന്നത്. PPP മൂസയാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ അന്ന് അദ്ദേഹം നേരിടുന്നത്. അങ്ങ് അടയാളപ്പെടുത്തുന്ന രാഷ്ട്രീയ പോരാട്ടത്തിന് ഇന്ന് അവസാനം വീണ്ടും അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നത്? ഒക്കെ സുധാകരനെ പരിഗണിക്കുമെന്ന മട്ടിലുള്ള ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡ് ഈ സമയം വരെയും തയ്യാറായിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് പുറത്തുവിടാൻ ഹൈക്കമാൻഡ് ഇപ്പോഴും തയ്യാറായിട്ടില്ല. സുധാകരൻ നാട്ടിലേക്ക് മടങ്ങുകയാണ്. സുധാകരൻ സമ്മർദ്ദ തന്ത്രം ശക്തമാക്കുന്നതിൻ്റെ ഫലമായി താൻ സ്വതന്ത്രനായി മത്സരിക്കാൻ പോവുകയാണ് എന്ന് സുധാകരൻ്റെ അനുയായികളാകെ ആ തീരുമാനം അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പരമാവധി മണ്ഡലങ്ങളിൽ ആളുകളെ മത്സരിപ്പിക്കുക എന്നുള്ള നീക്കവുമുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് സ്ഥാനാർത്ഥി ലഭിക്കാത്ത ആളുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ സുധാകര അനുകൂലികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു മത്സരം സൃഷ്ടിക്കുക, സ്വാഭാവികമായും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ സുധാകരൻ നടത്താൻ പോകുന്നത്. സമ്മർദ്ദം ശക്തമാക്കുക എന്ന് തന്നെയാണ് സുധാകരൻ നയം. ഇനി ഇതിനോട് എങ്ങനെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും പ്രതികരിക്കുന്നതെന്നാണ് അറിയേണ്ടത്. എന്തായാലും കോൺഗ്രസിനെ വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് കൊണ്ടിടുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെയും എടുത്തിട്ടില്ല എന്ന് വേണം കണക്കാക്കാൻ. തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഔദ്യോഗികമായി. കിരൺ, ഇതിൽ ഒരു സുപ്രധാനമായ ഒരു ഘടകമുണ്ടല്ലോ. പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകരുത് എന്നാഗ്രഹിക്കുന്നവരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് കെ സുധാകരൻ എന്ന് അദ്ദേഹം പറയുന്നു. കോൺഗ്രസ് നേതാവ് AK ആന്റണി പറയുന്നു സുധാകരൻ അത് ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രി ആകാൻ ഇനി പിണറായി വിജയൻ്റെ അവസരം കൊടുത്തുകൂടാൻ. അങ്ങനെ ഇതുപോലെ ഒരു നിർണായക തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ ഇങ്ങനെ ഒരു നിലപാട് മാറ്റം വരുത്തിയാൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടുതൽ ഒരു കടുങ്കയിലേക്ക് നീങ്ങിയാൽ അത് ഉണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കില്ലേ കിരൺ? ഇത് യഥാർത്ഥത്തിൽ മനു പറഞ്ഞതുപോലെ തന്നെ സുധാകരൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം
പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ ചില ഘട്ടത്തിലൊക്കെ ചില തീരുമാനമെടുക്കുമ്പോൾ അത് ആത്മഹത്യാപരമായ തീരുമാനങ്ങളിലേക്കടക്കം വൈകാരികമായി എടുക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കെ സുധാകരന്റെ പ്രായം, അദ്ദേഹത്തിന്റെ അനുയായികളുടെ സമ്മർദ്ദം ഒക്കെ വളരെ ശക്തമാണ്. അദ്ദേഹം അത്രത്തോളം ആഗ്രഹിച്ചിരുന്നു കേരള നിയമസഭയിലേക്ക് മത്സരിക്കണമെന്നുള്ളത്. അദ്ദേഹത്തിന്റെ അനുയായികളും അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹം കേരള നിയമസഭയിലേക്ക് മത്സരിക്കണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ സുധാകരൻ അങ്ങനെ ഒരു മറിച്ചു തീരുമാനമെടുക്കില്ല. പിണറായി വിജയനെ വീണ്ടും മുഖ്യമന്ത്രി ആവരുത് എന്നുള്ള സ്വന്തം ഏറ്റവും വലിയ ലക്ഷ്യം മാറ്റിവെച്ചുകൊണ്ട് കോൺഗ്രസിനെതിരെ ഒരു മത്സരം കെ സുധാകരൻ മത്സരിച്ചാൽ ഇവിടെ മറ്റൊരു നീക്കം കൂടി കിരൺ ശ്രദ്ധിച്ചു കാണും. നേരത്തെ സി രഘുനാഥ് പറയുന്നു നിരന്തരം സുധാകരനുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഫോണിൽ വിളിക്കുന്നു, അദ്ദേഹത്തിന്റെ അനുയായികളുമായി സംസാരിക്കുന്നു. ഒന്നും കാണാതെ എടുത്തു ചാടുകയല്ല കേട്ടോ സുധാകരൻ. അദ്ദേഹത്തിന് മറ്റെന്തൊക്കെയോ പിന്തുണകൾ കിട്ടിയിട്ടുണ്ട്. BJP-യിലേക്ക് നേരിട്ട് പോകില്ലായിരിക്കാം, സ്വതന്ത്രനായി മത്സരിക്കാമായിരിക്കാം, പക്ഷേ ഒരു തുറന്ന പിന്തുണ BJP-യുടെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിന് വന്നേക്കാം എന്ന സൂചന അവിടെ നൽകുന്നുണ്ട്. നിരന്തരം സി രഘുനാഥ് കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. ഇന്ന് രാവിലെ തൊട്ട് സംസാരിച്ചു പലവട്ടം എന്നാണ് നമ്മളോട് അല്പം മുമ്പ് പറയുന്നത്. മനു, പക്ഷേ അപ്പോഴും മനു ചോദിച്ച ചോദ്യത്തിന്റെ പ്രസക്തി അവിടെ നിൽക്കുകയാണ്. എന്താണ് കെ സുധാകരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം? കേരളത്തിൽ പിണറായി വിജയനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിറക്കുക, കേരളത്തിൽ CPM-ന്റെ നേതൃത്വത്തിലുള്ള ഭരണം ഇല്ലാതെയാക്കുക. ഇത് തന്നെയാണ് സുധാകരനെ സംബന്ധിച്ച് വ്യക്തിപരമായും രാഷ്ട്രീയവും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇപ്പോൾ സുധാകരൻ ചെയ്യുന്നത് സ്വന്തം സ്ഥാനാർത്ഥ്യം ലഭിക്കാതിരുന്നപ്പോൾ അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുന്നു. അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആളുകളെയും കോൺഗ്രസിലെ അസംതൃപ്തരെയും എല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അവരെല്ലാം മത്സരരംഗത്തേക്ക് വരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ കിരണിലേക്ക് ഒരു മിനിറ്റ് തിരിച്ചു വരാം. KV ബൈജു കൂടി എന്നോടൊപ്പം ചേർന്നു. ബൈജു, എന്താണ് ഏറ്റവും ഒടുവിൽ കണ്ണൂരിൽ നിന്ന് ലഭിക്കുന്ന ഒരു ചിത്രം? കെ സുധാകരൻ ഒറ്റയ്ക്ക് മാറി, അല്ലെങ്കിൽ ഒരു കൂട്ടായി അവർ പലയിടത്ത് അസംതൃപ്തരെ കൂട്ടി മത്സരിക്കുന്നു എന്ന് കിരൺ സൂചിപ്പിച്ചല്ലോ. അതുപോലെ നീങ്ങിയാൽ എന്ത് സംഭവിക്കും ബൈജു? മനോപരത്ത് വളരെ നിർണായകമായ നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി സുധാകരൻ മത്സരിക്കുന്നു. അല്പസമയത്തിനകം ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനം ദില്ലിയിൽ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ കണ്ണൂരിലേക്ക് പുറപ്പെടും. നാളെ മുതൽ പ്രചരണം ആരംഭിക്കുമെന്ന ഒരു വിവരമാണ് സുധാകരനോട് അടുത്ത് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. അതായത് കേരളത്തിൽ 15 സീറ്റുകളിൽ സുധാകരന്റെ ആളുകൾ മത്സരിക്കും, സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്ന വിവരം കൂടി വരുന്നുണ്ട്. അതായത് ഇനി ഒരു വിട്ടുവീഴ്ചക്കുമില്ല. കാരണം ഉച്ചയ്ക്കൊരു വാർത്താ സമ്മേളനം നടത്താൻ നിശ്ചയിച്ചതായിരുന്നു. പക്ഷേ അത് സുധാകരന് സീറ്റ് നൽകി എന്ന തരത്തിലുള്ള വലിയ തോതിലുള്ള പ്രചരണം വന്നതോടുകൂടി അത് വേണ്ടാന്ന് വെക്കുകയായിരുന്നു. പക്ഷേ ഈ രേഖ മൂലമുള്ള ഒരു ഉറപ്പും ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ടായി. പടക്കം പൊട്ടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. കണ്ണൂരിൽ അത്രത്തോളം വലിയ സന്തോഷം സുധാകരൻ അനുകൂലികൾ പ്രകടിപ്പിക്കുന്നത് കണ്ടതാണ്. പക്ഷേ ഇത് സംബന്ധിച്ച് ഒരു തീരുമാനവുമായില്ല എന്ന് പല നേതാക്കളും ആവർത്തിച്ച് പ്രസ്താവന വന്നതോടെ സുധാകരൻ കടുത്ത തീരുമാനത്തിലേക്ക് കടക്കുന്നു. അതായത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് അല്പസമയത്തിനകം തന്നെ ആ വിവരം ദില്ലിയിൽ വാർത്താ സമ്മേളനത്തിൽ കൂടി അറിയിക്കും. രാത്രി 12 മണിയോടുകൂടി സുധാകരൻ കണ്ണൂരിലെത്തുന്നു. നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീക്കാനാണ് തീരുമാനിച്ചത്. തളിപ്പറമ്പിലും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. മനു, യെസ്. അപ്പോൾ കിരൺ, ഇത് ബൈജു സൂചിപ്പിക്കുന്ന ഒരു വളരെ സുപ്രധാനമായ കാര്യമാണ്. കണ്ണൂരിൽ മാത്രമല്ല കേട്ടോ, തളിപ്പറമ്പിലും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കും. അങ്ങനെ 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കുമെന്നാണ്. കണ്ണൂർ മണ്ഡലത്തിൻ്റെ കണക്ക് കിരണിനറിയാം. 1745 വോട്ടുകൾക്കാണ് കടന്നപ്പള്ളി രാമേന്ദ്രൻ കഴിഞ്ഞ തവണ ജയിച്ചത്. സതീശൻ പാച്ചേനി ടോപ്പ് ഫൈറ്ററാണ്. ഉൾവലികൾ ഉണ്ടായിരുന്നു. കിരണും ഞാനും ഒക്കെ അവിടെ തെരഞ്ഞെടുപ്പ് ഘട്ടം റിപ്പോർട്ട് ചെയ്യാൻ പോയവരാണ്. ഉൾവലികൾ ഉണ്ടായിരുന്നു, അടിവലികൾ ഉണ്ടായിരുന്നു. സതീശൻ പാച്ചേനെ തോൽപ്പിക്കാനൊക്കെ ഉള്ള പണികളൊക്കെ പല ഭാഗത്തും നടന്നെങ്കിലും സതീശൻ പാച്ചേനിക്ക് 58. അപ്പം നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് നടന്ന ഒരു മണ്ഡലമാണ് കണ്ണൂർ എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെയാണ് സുധാകരൻ ഒരു സ്വതന്ത്രനായി എത്തുന്നത്. ഇങ്ങനെ സുധാകരൻ എത്തുമ്പോൾ ഒരു പക്ഷേ BJP വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ചേക്കാം. അതാണ് എനിക്ക് സി രഘുനാഥിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. തളിപ്പറമ്പിലും അദ്ദേഹം മറ്റൊരു ആശയം മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ മൊത്തം തളിപ്പറമ്പിൽ വിമതന്മാർ 2 വശത്തു നിന്നും വരികയാണ്. അതേസമയം കണ്ണൂരിൽ ഈ മാറ്റം എന്ത് പ്രതിഫലനം ഉണ്ടാക്കുമെന്നാണ് ഭയക്കേണ്ടത് കോൺഗ്രസിന്? ഇത് ശരിക്കും ഭയക്കേണ്ടത് കോൺഗ്രസിന് തന്നെയാണ്. സുധാകരനോ അല്ലെങ്കിൽ സുധാകരൻ മത്സരിക്കുന്ന ആളുകൾക്കോ കണ്ണൂരിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വിജയം എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമാണ് എന്ന് തന്നെ പറയാം. അത് ചിലപ്പോൾ അല്ലെങ്കിൽ അത്യത്ഭുതം സംഭവിക്കണം. തെരഞ്ഞെടുപ്പിൽ നമുക്കൊന്നും പൂർണ്ണമായും പറയാൻ കഴിയില്ല. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്തായാലും കെ സുധാകരനോ അല്ലെങ്കിൽ കെ സുധാകരൻ വെക്കുന്ന മറ്റ് സ്ഥാനാർത്ഥികളോ കണ്ണൂരിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ സ്വതന്ത്രരായി നിന്ന് വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ അവർ വിജയം തടയുന്നത് പൂർണ്ണമായും കോൺഗ്രസിന്റെ വിജയത്തെ ആയിരിക്കും, അല്ലെങ്കിൽ UDF-ന്റെ വിജയത്തെ ആയിരിക്കും അവർ പ്രധാനമായും തടയുന്നത്.